സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശിക്ഷിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്നുള്ളതെല്ലാം രാജ്യവും ശക്തിയും മഹത്വവും സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്തിൽ സർവ്വഭൂമിയിൽ ഞങ്ങളിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിനെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയമക്കളുടെ കാര്യങ്ങൾ നൽകിയ അങ്ങയുടെ ക്രിസ്തുക്കളുടെ പരികർമ്മത്തിൽ രാജ്യത്തെ ശക്തരാക്കണമേ. സ്വർഗ്ഗത്തിന്റെയും നാഥനായ ദൈവം Amen.
ആമേൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങേ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിനെ ഞങ്ങൾ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യും. സ്വർഗ്ഗത്തിലെ പ്രതിഷ്ഠാപകൻ അങ്ങേ തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകൾ നിറഞ്ഞ് മുടിച്ചോടി നിൽക്കുന്ന സഭയിൽ നിരന്തരമകെ ചിന്തിക്കുവാനും അകത്തപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടും നാട്ടിലെയും സൃഷ്ടാവാകും സകലത്തിന്റെയും നാഥായ ദൈവം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നത് ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ ദൈവം. വിശുദ്ധ സമേതനായി വസിക്കുന്ന പരിശുദ്ധനും സ്ഥിരകനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിൽ നമ്മെ എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. നിയമോധന പുസ്തകത്തിലുള്ള വായന. ദൈവമേ, നീ ദീർഘനാൾ ജീവിച്ചിരിക്കുവാനും നിന്റെ ദൈവമായ കർത്താവ് തരുന്ന നാട്ടിൽ നിനക്ക് നന്മയുണ്ടാക്കുവാനും വേണ്ടി അവിടുന്ന് കൽപ്പിച്ചിരിക്കുന്നത് പോലെ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. നീ കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, നീ മോഷ്ടിക്കരുത്, അയൽക്കാരനെതിരായി നീ കള്ളസാക്ഷ്യം നൽകരുത്, നിന്റെ അയൽക്കാരന്റെ ഭാര്യയെ നീ മോഹിക്കരുത്, അവന്റെ ഭവനത്തെയോ വയലിനെയോ ദാസനെയോ ദാസിയെയോ കാളയെയോ കഴുതയെയോ അവരെ മറ്റെന്തെങ്കിലുമോ നീ ആഗ്രഹിക്കരുത്. ഈ വചനങ്ങൾ കർത്താവ് മലയിൽ അഗ്നിയുടെയും മേഘത്തിന്റെയും കനത്ത അന്ധകാരത്തിന്റെയും മധ്യയിൽ നിന്നുകൊണ്ട് അത്യുച്ചത്തിൽ നിങ്ങളുടെ സമൂഹം മുഴുവനോടുമായി അരുളി ചെയ്തു. അവിടുന്ന് ഇതിൽ കൂടുതൽ
നിങ്ങൾ പറഞ്ഞു, ഇതാ ദൈവമായ കർത്താവ് തന്റെ പ്രതാപവും മഹത്വവും ഞങ്ങളെ കാണിച്ചിരിക്കുന്നു. അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് അവിടുത്തെ സ്വരവും ഞങ്ങൾ കേട്ടു. ദൈവം മനുഷ്യനോട് സംസാരിച്ചിട്ട് അവൻ ജീവനോടുകൂടെ തന്നെ ഇരിക്കുന്നത് ഇന്ന് ഞങ്ങൾ കണ്ടു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയെ ചിലതായ ദൈവികമായ കൽപ്പനകളെയും അനുസരിച്ച് ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും വൃത്തിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരം ഉപകരിക്കുന്ന സ്നേഹവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാര്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ ദൈവം. സഹോദരരെ, പൗലോസ്ലീഹ കൊരിന്ത്യസിലെ സഭയ്ക്ക് എഴുതിയ രണ്ടാം ലേഖനം 10 അധ്യായം 12 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ ഉരുവാക്കി. ആത്മപ്രശംസ നടത്തുന്നവരുടെ ഗണത്തിൽപ്പെടാനോ ഞങ്ങളെ അവരോട് താരതമ്യം ചെയ്യുവാനോ ഞങ്ങൾ തുനിയുന്നില്ല. പരസ്പരം അളക്കുകയും തുലനം ചെയ്യുകയും ചെയ്യുന്ന അറിവില്ലാത്തവരാണ് അവർ. ഞങ്ങൾ അളവറ്റ ആത്മപ്രശംസ ചെയ്യുകയില്ല, മറിച്ച് ദൈവം ഞങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള പരിധിയിൽ നിങ്ങളും ഉൾപ്പെടുന്ന വിധം ഞങ്ങൾ നിൽക്കും. നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടില്ലാത്തവരെ പോലെ കൈയെത്തിച്ച് പിടിക്കുവാൻ ഉദ്യമിക്കുകയില്ല. മിശിഹായുടെ സുവിശേഷമായി നിങ്ങളുടെ അടുത്ത് വന്നത് ഞങ്ങളാണല്ലോ. അന്യരുടെ പ്രയത്നങ്ങളുടെ ഫലങ്ങളിൽ അളവറ്റ് അഹങ്കരിക്കുന്നവരല്ല ഞങ്ങൾ. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ പ്രവർത്തന മണ്ഡലം പൂർവ്വപരി വികസിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രത്യാശ. അപ്പോൾ അന്യരുടെ പരിധിയിൽ ചെയ്തവരെ പറ്റി ആത്മപ്രശംസ നടത്താതെ നിങ്ങൾ കൊടുക്കുന്ന സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുവാൻ ഞങ്ങൾക്ക് കഴിയും. അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. എന്തെന്നാൽ സ്വയം പ്രശംസിക്കുന്നവനല്ല, കർത്താവ് പ്രശംസിക്കുന്നവനാണ് സ്നേഹാര്യൻ. ഈശോയ്ക്ക് ചുറ്റും കൂടി അവന്റെ ശിശുമാരെ ചിലർ അശുദ്ധമായ കരങ്ങളോടെ, അതായത് സ്നാനം നടത്താതെ ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു. ശ്രേഷ്ഠമായ പാരമ്പര്യമനുസരിച്ച് ഫരിസയരും യഹൂദരെല്ലാം കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാറില്ല.
പൊതുസ്ഥലത്ത് നിന്ന് വരുമ്പോഴും സ്വയം ശുദ്ധി വരുത്താതെ അവർ ഭക്ഷണം കഴിക്കാറില്ല. കോപ്പകളുടെയും കരങ്ങളുടെയും ഓട്ടുപാത്രങ്ങളുടെയും ശാരണങ്ങളും മറ്റുള്ള പാരമ്പര്യങ്ങളും അവർ അനുഷ്ഠിച്ചു പോന്നിരുന്നു. ഫരീസയും നിയമജന്മാരും അവരോട് ചോദിച്ചു, നിന്റെ ശിഷ്യന്മാർ ശ്രേഷ്ഠന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് നടക്കാതെ അശുദ്ധമായ കൈകൊണ്ട് അപ്പം ഭക്ഷിക്കുന്നത് എങ്ങനെ? അവരവരോട് പറഞ്ഞു, കപടനാട്യക്കാരായ നിങ്ങളെ കുറിച്ച് യേശയ്യ ശരിയായി തന്നെ പ്രവചിച്ചിരിക്കുന്നു. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഈ ജനം അവരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ്. വ്യർത്ഥമായവ എന്നെ ആരാധിക്കുന്നു, മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു. അവൻ അവരോട് പറഞ്ഞു, നീ നിങ്ങളുടെ പാരമ്പര്യം പാലിക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് ആവശ്യപൂർവ്വം ദൈവകൽപ്പന അവഗണിക്കുന്നു. എന്നാൽ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, പിതാവിനെയോ മാതാവിനെയോ ദുഷിച്ചു പറയുന്നവന് മരിക്കട്ടെ എന്ന് മോശ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരുവൻ തന്റെ പിതാവിനോടോ മാതാവിനോടോ നിങ്ങൾക്ക് എന്ത് ലഭിക്കേണ്ടത് കുർബാൻ, അതായത് അർപ്പിതം എന്ന് പറഞ്ഞാൽ മതി എന്ന് നിങ്ങൾ പറയുന്നു. പിന്നെ പിതാവിനെയോ മാതാവിനോ വേണ്ടി ഒന്നും ചെയ്യുവാൻ നിങ്ങൾ അവനെ ഒരിക്കലും അനുവദിക്കുന്നില്ല. അങ്ങനെ നിങ്ങൾ കൈമാറുന്ന നിങ്ങളുടെ പാരമ്പര്യം വഴി ദൈവവചനം നിങ്ങൾ ശൂന്യമാക്കുന്നു. ഇതുപോലെ പലതും നിങ്ങൾ ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സവത്തോടും കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടായി നിനക്ക് പ്രാർത്ഥിക്കാം. രക്ഷകനായ മിശിഹായേ, നിന്റെ ദിവ്യരക്തത്താൽ ഈ വീണ്ടെടുക്കലിലൂടെ രക്തസാക്ഷികളുടെ ചുവടുത്തിന്റെ താല്പര്യഘോഷിക്കുന്ന സഭയ്ക്ക് പ്രയാസങ്ങളും എതിർപ്പുകളും നേരിടുന്നതിലും നിന്റെ ദിവ്യദൗത്യം വിജയപ്രധാനമായ തുടരുന്നതിലും ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമയത്തോടൊത്ത് ചിന്തിക്കുവാനും അവരുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാനുള്ള സന്മനസ് നിന്റെ ജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ആദർശങ്ങളെ കൊണ്ട് സത്യസമിതി തീരുമാനിക്കുവാൻ ഞങ്ങളെ പരിശുദ്ധ പിതാവും മാർ ഫ്രാൻസിസ് ഞങ്ങളെ സഭയെടുത്താലും പിതാവായ മാർ ജോർജ് തകതരക്കാനും നമ്മുടെ ഉപഭാഷമാർ തോമസ് മന്ത്രിനെയും മറ്റുള്ള മന്ത്രിമാരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ സഭകളിൽ പരസ്പര ധാർമ്മ്യം ഐക്യം പുലർത്തി ഏകസിദ്ധ വിശ്വാസത്തിൽ അവയെ പരീക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തെ അറിയിക്കുവാൻ ശിഷ്യന്മാരെ നിയമിച്ചകർത്താവെ സ്ത്രീയന്മാരും പ്രവാചകന്മാരും ആകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിപ്പെട്ടിരിക്കുന്ന സമയത്തിൽ യാഥാർത്ഥ പരിശുദ്ധരാകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവങ്ങളുടെ അനുസൃതമായ സുശേഷം വില ചെയ്ത് നീതിമാന്മാരോടൊപ്പം സ്വർഗസ്വർഗത്തിന് അധികരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിന്റെ സാക്ഷികളെ വിഷയങ്ങളിൽ ലോകത്തെ നവീകരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്കുണ്ടാകുന്ന എതിർപ്പുകളും പ്രതിബന്ധങ്ങളും പ്രദേശത്തോടെ തരണം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാമത്തെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവേ, ബഹുമാനായ ദൈവമേ, അവിടുന്ന് ഞങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളെ ഞങ്ങളുടെ ഏകങ്ങൾ രക്ഷിക്കണം. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങയുടെ കാരുണ്യാന്തരകത്താൽ തിരഞ്ഞെടുത്ത് അങ്ങയുടെ അധികമായ ജനമുഴുവന്റെ കടകളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും.
Amen.
കരുണയാൽ തമിഴ്ക്കമ്മയും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യമയും വാക്കണമേ വിശുദ്ധ സജീവമായി തീർക്കുന്ന പ്രത്യാശകളും അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മതയെ നൽകുകയും ചെയ്യുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവതരണം ഘോഷിക്കുകയും ചെയ്യുന്നു.
അവയുടെ അവരെ സ്വന്തമായ കൃപയാൽ സഞ്ചാരമാക്കണമേ. ജീവിതകാലം മുഴുവനെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണം. അത് മാത്രമല്ല യഥാർത്ഥ പിതാവായ ദൈവമേ, നമ്മെ പ്രിയപ്പെട്ട യേശുക്രിസ്തുവിനായി അയച്ചിരുന്ന വാസികൾ എല്ലാവരും അറിയട്ടെ. കർത്താവേ, ഇവരുടെ ക്ലേശിതമായ നാശനം നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച നാമത്തിൽ ഞങ്ങളെ ശുദ്ധമായി ശ്രമിച്ചുകാരുടെ മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദാഹരണത്തിന്റെയും വലിയ ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവനായക ദൈവികമായ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഈ ശബ്ദം ആദരവ് പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മുടെ കൂടെ. കർത്താവേ, പരിശുദ്ധാത്മാവിന് വേണ്ടി ദാസരെ ഇതിനെ ആശീർവദിക്കുകയും ബോധീകരിക്കുകയും ചെയ്യട്ടെ. നിങ്ങൾക്ക് കടലപ്പുറയ്ക്ക് പാപമോചനത്തിൽ മരിച്ചവരുടെ പ്രത്യാശയത്തിന് പ്രീതിപ്പെടുത്തി എല്ലാവരും സ്വരാജ്യമായ ജീവിതത്തിലും കാരണമാകട്ടെ. കർത്താവായ ദൈവം ഞങ്ങൾക്ക് വേണ്ട നിയമത്തെയും സ്നേഹമാകുന്ന രക്ഷാപദ്ധതിയെ വിളിച്ചു പകയും ഞങ്ങൾ നിരന്തരം പകയെത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ അമൂല്യമായ രക്തതാഭിഷിക്കപ്പെട്ട സ്ത്രീ സന്തോഷത്തിന്റെ പ്രത്യാശയം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവ പരിശുദ്ധ ജീവനായകനെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ദൈവമേ, കാരണത്തിനോട് തോന്നണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ എങ്കിലും സ്വർഗവും പരിശുദ്ധവും ജീവനായക ദൈവികമായ രഹസ്യങ്ങളിലെ ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളെ കർത്താവായ മിശിഹായ നാമത്തിലെ സ്തുതി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവ ജീവനായകമായ സ്വർഗ്ഗത്തിൽ കഴിയുന്ന ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യേക പാപമനുഷ്യ പ്രാപിക്കുകയും നിത്യവും ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവായ മിശിഹായുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസം നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിൽ നമുക്കെല്ലാവർക്കും കർത്താവിനോടെ സമീപിക്കാം. അവരുടെ നാമത്തിൽ ഉത്സവത്തോടെ അപരാധം പാപങ്ങൾക്ക് പരിഹാരം സൗദര്യങ്ങൾ ശിക്ഷിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൽ ആത്മഹത്യത്തോടെ കൃപയും പാപജനം യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും ഫലങ്ങളും പിടിച്ച് നമ്മുടെ മനസ്സാക്കി ശുദ്ധീകരിക്കാം. ശത്രുത്തിലും വിദേശത്തിലും നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനെ പവിത്രപ്പെടുകയും ചെയ്യാം. ദിവസക്കൂടെ മക്കളും കൂടെ ദിവസങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവിന്റെ വിജ്ഞാനങ്ങളെ ശരീരങ്ങൾക്ക് വേണ്ടി ആത്മാവിശയും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. കർത്താവായ പിതാവിന്റെ പാപനിരാധനകളും കാരണം പ്രശ്നങ്ങളുടെയും ബഹുമതിയുമായ സംരാജ്യത്തിൽ സർവ്വവിശുദ്ധ വസിക്കുന്നു.
കൃതജ്ഞത ബോധീകരിക്കുകയും ചെയ്യാം. കൃതാവായ ദൈവമേ, കാരുണ്യപ്രജ്ഞയിൽ നൽകിയ വിശ്വാസത്തോടുകൂടി അങ്ങയുടെ ശരീരപ്പോഴും നിർമ്മലതയിലും പ്രസന്നതയിലും നിഷ്കളങ്കമായി ആദരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയുടെ ചുമകാരം അപേക്ഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പരിശുദ്ധമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെപ്പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടങ്ങളോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവ്വേശ്വരായ ദൈവമേ, കൃപാപരനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങൾ പാപത്തിൽ ഉൾപ്പെടുത്തരുത്. വിശ്വാസിക്കുന്നവരെ സൈന്യങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമെന്ന് അവിടുന്ന് സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാപഞ്ചിക അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോട് ഞങ്ങളുടെ ആത്മാവോട് കൂടെ. വിശുദ്ധാചരണത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂഹാ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുകയും സഭയിൽ അവിടുത്തെ സ്തുതിയുണ്ടായിരിക്കട്ടെ. എല്ലാ മനുഷ്യരും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിക്കുന്നതായ ശിശുക്കളുടെ കൃപാവരമുടെ കാരണത്തിൽ നാം എല്ലാവരും സമൃദ്ധമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വപ്നങ്ങളുടെ ദൈവത്തിന് ശരീരം സ്വീകരിക്കാനും അവിടുത്തെ രക്തം പാനം ചെയ്യാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദിവ്യകാരുണ്യ സേവനം സ്നേഹനിധിയായ ഈശോയെ, പരിശുദ്ധ കുർബാനയിൽ സത്യമായും സജീവമായും അങ്ങ് സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എല്ലാറ്റിൻ്റെയും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങ് എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങയെ ഔദാര്യമായി സ്വീകരിക്കുവാൻ എനിക്ക് അസാധ്യമാകിയാൽ ഈശോയെ, ആത്മീയമായി അങ്ങന്റെ ഹൃദയത്തിൽ വന്ന് വസിക്കണമേ. അങ്ങ് ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നു എന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. അങ്ങുമായി ഐക്യത്തിൽ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മനിക്കുള്ള സുഖവും ശുദ്ധിതായും ദൈവമായ രഹസ്യങ്ങൾ ശ്രമിച്ച് ഇവ പങ്കുള്ള വിഗ്രഹപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ യഥാതാവായ ദൈവത്തിനും സുദൈവത്തിനും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. കർത്താവായ ദൈവമേ, സ്വർഗ്ഗവും പരിശുദ്ധവും ജീവിതമായ ദൈവികമായ രഹസ്യങ്ങൾ കടകളുടെ മോചനീയമായ കാര്യങ്ങളോ ഞങ്ങൾക്ക് നൽകി. ഇതാനന്ദയും അഗ്നിയന്ത്രത്തിനെ സ്തുതിയും ബഹുമാനവും ഉപദ്രവയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും. മനുഷ്യരുടെ പ്രതീക്ഷിയായ സ്വർഗ്ഗവും പരിശുദ്ധവും ജീവിതമായ ദൈവികമായ കുർബാനകൾ ഞങ്ങളുടെ കടങ്ങൾ പാപങ്ങൾ പുറക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഞങ്ങളുടെ ആത്മീയദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും.
സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. ആശ്രയ സൗഭഗമായിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. ശരീരം ഭക്ഷിക്കും എന്റെ പാനം ചെയ്യും നിവസിക്കും അവനെ ഞാൻ നിശ്ചയമാണ് വീഴാതവനെ സംരക്ഷിതരായി തീരട്ടെ മുദ്രിതരായി